ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയതിന്റെ ആ പ്രഭാഷണത്തിന്റെ ബാക്കി ഭാഗമാണ്. കൊലപാതകത്തെക്കുറിച്ചും പലിശയെക്കുറിച്ചും മനുഷ്യന്റെ അന്തസ്സിനെ കുറിച്ചുമൊക്കെ പ്രവാചകൻ സൂചിപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന ഭാഗം ഒരുപക്ഷെ നമുക്കത്ര സന്തോഷമുണ്ടാക്കുന്നതാകണമെന്നില്ല. നമ്മളുടെ സാമൂഹിക സാഹചര്യത്തോട് യോജിക്കണമെന്നുമില്ല. നമ്മൾ ഇതുവരെ ശീലിച്ച ജീവിത ശൈലിയോട് ഒരുപക്ഷെ യോജിക്കാത്ത ചില കാര്യങ്ങളായിരിക്കും ഇനി നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നിയേക്കാം, നിങ്ങൾക്കത് കേൾക്കാനും ഉൾക്കൊള്ളാനും പ്രയാസമായിരിക്കാം. പക്ഷെ സാമൂഹിക സാഹചര്യത്തിനൊത്ത് കാര്യങ്ങൾ പറയലല്ല, മറിച്ച് മതം എന്ത് പറയുന്നോ നിയമം എന്ത് പറയുന്നോ എന്ന് പറയലാണ് എൻ്റെ ബാധ്യത. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളുടെ പുതിയ കേന്ദ്ര സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തി. മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ച ഒരു വലിയ പ്രസംഗം, നീണ്ട ഒരു പ്രസംഗം. അപ്പൊ ഞാൻ ആ പ്രസംഗം മുഴുവൻ ഇരുന്ന് കേട്ടു. കുറച്ച് ഹിന്ദിയിലും കുറച്ച് ഇംഗ്ലീഷിലുമായി പ്രസംഗിച്ചു. ആ പ്രസംഗത്തില് കൃത്യം 37ാമത്തെ മിനിറ്റിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭാരത് ജോഡോ യാത്രയിൽ ഇന്ത്യ മുഴുവൻ നടക്കുന്നതിന്റെ ഇടയിലും മണിപ്പൂരിൽ ചെന്നപ്പോ ഒരു സ്ത്രീ വന്നെന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് അവര് പറഞ്ഞു, എന്നെ വല്ലാതെ അടിക്കുന്നു, വല്ലാതെ ഉപദ്രവിക്കുന്നു. ഞാനപ്പോ അവരോട് ചോദിച്ചു, ആരാ നിങ്ങളെ അടിക്കുന്നത്? അവര് പറഞ്ഞു, എന്റെ ഭർത്താവാണ് അടിക്കുന്നത്. എന്തിനാ അടിക്കുന്നത്? അത് രാവിലത്തെ ഭക്ഷണം സമയത്ത് ഉണ്ടാക്കി കൊടുക്കാത്തത് കൊണ്ടാണ്. രാഹുൽ ഗാന്ധി അത് പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഗ്യാസിന്റെ വില കൂട്ടിയതിനെ കുറിച്ചും ഗ്യാസ് കിട്ടാത്തത് കൊണ്ട് ഭക്ഷണം ഭർത്താവിന് സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യ അടിമേടിക്കുന്നതിനെ കുറിച്ച് പറയാനാണ്. പക്ഷെ നമ്മളുടെ വിഷയം അതല്ല. അതേ ദിവസം തന്നെ നമ്മളുടെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഒരു വാർത്ത വന്നിരുന്നു. ചായ സമയത്ത് ഉണ്ടാക്കി കൊടുക്കാത്തതിന്റെ പേരിൽ അമ്മായി അമ്മ മരുമകളെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഈ രണ്ട് വാർത്തകൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അറഫ പ്രസംഗത്തിന്റെ തൊട്ടടുത്ത വാചകം പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ, ഭാര്യ എന്ന വാക്ക് ഇസ്ലാമിന്റെ ഭാഷയിലും തെറ്റാണ്. ഞാൻ അതുകൂടെ ആദ്യം പറഞ്ഞിട്ട് തുടങ്ങുക. ഭാര്യ എന്നുള്ളത് സംസ്കൃതത്തിൽ നിന്ന് വന്ന വാക്കാണ്. ആ വാക്കിന്റെ നേരെ അർത്ഥം നമ്മൾ മലയാളത്തിൽ പ്രജ എന്ന് പറയുന്ന ഭരിക്കപ്പെടേണ്ടവൾ എന്നാണ് ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം. ഭർത്താവ് എന്ന വാക്കിനെ കുറിച്ച് നമ്മൾ സംസ്കൃതത്തിലെ നിഘണ്ടുവിൽ നോക്കിയാൽ യജമാനൻ, ഭരിക്കുന്നവൻ, ഉടമസ്ഥൻ എന്നാണ് അർത്ഥം. ഇസ്ലാം ഒരു സ്ഥലത്തും, ഖുർആനിലാകട്ടെ ഹദീസിലാകട്ടെ അതിന്റെ നിയമങ്ങൾ പറയുന്ന സ്ഥലത്താകട്ടെ, ഒരു സ്ഥലത്തും ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇസ്ലാം എന്താണോ കുടുംബ ജീവിതത്തിലൂടെ ഒന്നാകുന്ന ആണിനെയും പെണ്ണിനെയും വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദം, അതിന്റെ നേരെ വിപരീത അർത്ഥമുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാര്യ, ഭർത്താവ് എന്ന വാക്ക്. അതുകൊണ്ട് പൊതുവെ നിങ്ങളുടെ സ്ത്രീകൾ എന്നാണ് ഇതിനെക്കുറിച്ച് ബോധമുള്ള ആളുകൾ അർത്ഥം വെക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അറഫ പ്രസംഗത്തിന്റെ തൊട്ടടുത്ത വാക്കിൽ പറയുകയാണ്, നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നകും അഖൽതുമൂഹുന്ന ബി അമാനില്ലാഹ് വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബി കലിമത്തിൻ മിനല്ലാഹ്. ഇന്നലെ വരെ തീർത്തും അന്യയായിരുന്ന, മറ്റൊരാളുടെ മകളായിരുന്ന ഒരു പെണ്ണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അല്ലാഹുവിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ അവരുടെ ഇണയായി മാറി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിലാണ്. നിങ്ങൾക്ക് ആ ഭാര്യയോടൊപ്പം താമസിക്കാൻ, ആ പെണ്ണിനോടൊപ്പം താമസിക്കാൻ നിങ്ങൾക്ക് സകല സൗകര്യങ്ങളും ലഭിച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ നാമം പറഞ്ഞു എന്ന കാരണത്താലാണ്. നമ്മൾ സാധാരണ രക്തബന്ധത്തെ കുറിച്ച് പറയും,
ഭാര്യയല്ലാത്ത വാപ്പ, ഉമ്മ, മക്കൾ, സഹോദരങ്ങൾ, ഇവരുമായിട്ടൊക്കെ രക്തബന്ധമുണ്ട്. പക്ഷേ നമ്മളുടെ ഇണയുമായി നമുക്ക് രക്തബന്ധമില്ല എന്ന് വില കുറഞ്ഞ വർത്തമാനം നമ്മൾ പറയാറുണ്ടെങ്കിൽ ആ രക്തബന്ധത്തെക്കാൾ വിലയുള്ള ബന്ധമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ നാമത്തിൽ വിവാഹം നടക്കുന്ന സമയത്ത് പള്ളിയിലെ ഖതീബ് വന്നിരുന്നിട്ട് അറബിയിൽ ചൊല്ലിത്തരുന്നത് സവ്വജതുക വ അൻകഹതുക ഉസവ്വിജുക അലാ മാ അമറ അല്ലാഹു തആല. രക്തബന്ധത്തെക്കാൾ പടച്ചവന്റെ മുമ്പിൽ വിലയും സ്ഥാനവുമുള്ള ബന്ധമായി മാറുന്ന പ്രക്രിയയാണ് നിങ്ങൾ വിവാഹത്തിന്റെ സമയത്ത് അള്ളാഹുവിന്റെ നാമം അതിലേക്ക് ചേർത്ത് വെക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂല് അറഫയിലെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ കഴിയുന്ന നിങ്ങളുടെ ഇണയായ സ്ത്രീയോട് നിങ്ങൾക്ക് കുറെ ബാധ്യതയുണ്ട്. മതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ആ ബാധ്യതകളിൽ നിങ്ങൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പാപികളാകും. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ഇസ്ലാം വൈവാഹിക ജീവിതത്തിലൂടെ ആരംഭിക്കുന്ന ഒരു ബന്ധത്തെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അവസാനിക്കാത്ത അനാദിയായ എന്നെന്നും ശേഷിക്കുന്ന ഏറ്റവും മഹത്വമുള്ള ബന്ധമായിട്ടാണ് വൈവാഹിക ബന്ധത്തെ പരിചയപ്പെടുത്തുന്നത്. ഒരു കഥയുണ്ട്. ഒരു മാഷ് ഒരു ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ ഒരു പെൺകുട്ടി ഇരുന്ന് ഉറങ്ങി. അപ്പൊ ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ പെണ്ണായിരുന്നു. ആ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ബോർഡില് നിന്റെ ജീവിതത്തിൽ നിനക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത 20 ബന്ധങ്ങളെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. ഈ പെൺകുട്ടി 20 പേരുടെ പേരെഴുതി. അപ്പൊ മാഷ് പറഞ്ഞു 10 എണ്ണം വായിക്കാൻ പറഞ്ഞു. കുറെ ആലോചിച്ചിട്ട് 10 എണ്ണം വായിച്ചു കളഞ്ഞു. പിന്നെ മാഷ് പറഞ്ഞു, നീ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 5 പേരുടെ പേര് മാത്രം ഇതിൽ നിർത്തിയിട്ട് ബാക്കി 5 എണ്ണം വായിക്കാം. 5 എണ്ണം വായിച്ചു. അവസാനം പറഞ്ഞു, നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളുടെ പേര് മാത്രമാക്കി ബാക്കി 4 വായിക്കാൻ പറഞ്ഞു. 4 എണ്ണം വായിച്ചു, ഒരു പേര് മാത്രം നിർത്തി. അതാ പെണ്ണിന്റെ ഭർത്താവിന്റെ പേരായിരുന്നു. അപ്പൊ മാഷ് ഈ പെണ്ണിനോട് ചോദിച്ചു, നീ എന്റെ ഭർത്താവിന്റെ പേര് മാത്രം എഴുതിയത്? അപ്പൊ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എനിക്ക് പല ബന്ധങ്ങളും ഉണ്ടായിരിക്കും. മാതാപിതാക്കൾ, കുട്ടികൾ, സഹോദരങ്ങൾ, കൂട്ടുകാർ, ഇവരൊക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്നിൽ നിന്ന് അകന്നു പോകും. പക്ഷെ എന്റെ ജീവിതത്തിൽ എന്നെന്നും ഒരിക്കലും അവസാനിക്കാത്ത നിലയിൽ എന്നും ശേഷിക്കുന്ന ഒരേ ഒരു ബന്ധം എന്റെ ഭർത്താവുമായി എനിക്കുള്ള ബന്ധമാണ്. ഇത് തന്നെയാണ് ഇസ്ലാമിൽ ഭർത്താവിനോട് 20 പേരുടെ പേരെഴുതാൻ പറഞ്ഞിട്ട് ഒരാളുടെ പേര് മാത്രം നിർത്താൻ പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളത്. ഈ രൂപത്തിൽ പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും അവസാനിക്കാത്ത ബന്ധങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് ഒരേ ഒരു ബന്ധത്തെ മാത്രമാണ് പരിചയപ്പെടുത്തിയത്. നിങ്ങളുടെ മരണത്തോടുകൂടി നിങ്ങളുടെ സകല ബന്ധങ്ങളും ഇല്ലാതായി പോകും. സ്വർഗത്തിലേക്ക് പുനർജന്മത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യന്റെ നമ്മൾ ഈ അന്തസ്സോടുകൂടി പറയുന്ന സകല രക്തബന്ധങ്ങളും സ്വർഗത്തിലെത്തിയാൽ ഇല്ലാതായി പോകും. ആ സ്വർഗത്തിലും അവശേഷിക്കുന്ന ഒരേ ഒരു ബന്ധമായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. സ്വർഗത്തിൽ ചെന്നാല് പിന്നെ മാതാപിതാക്കളുമായി ബന്ധമില്ല. കാരണം വാപ്പാക്കും മകനും ഒരേ പ്രായം, മകന്റെ മകനും ഒരേ പ്രായം, വാപ്പാടെ വാപ്പാക്കും ഒരേ പ്രായം. സ്വാഭാവികമായി ബന്ധങ്ങൾ നിലനിൽക്കുകയില്ല. ഖുർആൻ 2 കാര്യങ്ങളാണ് സ്വർഗത്തിലെത്തിയാൽ മനുഷ്യൻ അന്വേഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഒന്ന്, അൽ അഖില്ലാഹു യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ യതസാഅലൂൻ. നാളെ സ്വർഗത്തിൽ ഭൂമിയിൽ വെച്ച് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും അവന്റെ സുഹൃത്തുക്കളായിരുന്നവരെ കുറിച്ച് അന്വേഷിക്കും. എനിക്ക് ഭരണിക്കാവിൽ എന്റെ കൂട്ടത്തിൽ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. എന്റെ കൂട്ടത്തിൽ ജോലി ചെയ്തിരുന്ന, എനിക്ക് ആവശ്യമായ സമയങ്ങളിൽ ഉപദേശങ്ങൾ തന്നിരുന്ന ഒരു നല്ല കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവൻ എവിടെയെന്നൊരു സ്വർഗവാസി അന്വേഷിക്കും. രണ്ടാമതായി സ്വർഗത്തിൽ നിലനിൽക്കുന്ന ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. ഇത്രമേൽ പവിത്രമായി ഇസ്ലാം കാണുന്ന ഒരു ബന്ധം. ആ ബന്ധത്തിൽ നമ്മൾ സാധാരണ കേട്ട് പഴകി തഴമ്പിച്ചിട്ടുള്ളത് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള എടുത്താ പൊങ്ങാത്ത മതം മുന്നോട്ട് വെക്കുന്ന കുറെ കടമകളാണ്.
പക്ഷെ തിരിച്ചുള്ള ബാധ്യതയെക്കുറിച്ചും കടമകളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടില്ല, ചിന്തിച്ചിട്ടില്ല, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല എങ്കിൽ തന്റെ ജീവിതം കൊണ്ട് താൻ പഠിപ്പിച്ച പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളും നിയമങ്ങളും പറയുന്നതിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട് ചില ബാധ്യതകളുണ്ട്. കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ പേര് പറഞ്ഞാണ് അവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത്. ആ ബാധ്യതയിൽ നിങ്ങൾ വരുത്തുന്ന വീഴ്ചകൾ അള്ളാഹുവിനോട് നിങ്ങൾ വീഴ്ച വരുത്തുന്നതിന് തുല്യമാണ് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. എന്താണ് ആ ബാധ്യത? എന്താണ് ആ ബാധ്യതകൾ? ഒരു പെണ്ണിനോട് ഭർത്താവിനുള്ള ഒരു സഹാബി നബിതങ്ങളുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹധർമ്മിണിമാരോട്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സ്ത്രീകളോട് ഞങ്ങൾക്കുള്ള ബാധ്യത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ഭക്ഷണം കഴിക്കുന്നു എങ്കിൽ അതേ രൂപത്തിലുള്ള ഭക്ഷണം നീ അവൾക്ക് കൊടുക്കണം. വീട്ടില് ഭക്ഷണം പാചകം ചെയ്യുന്നെങ്കിൽ ഭർത്താവിന് കൊടുക്കണമെന്നല്ല പറഞ്ഞത്. ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ 1.5 മണിക്കൂർ പ്രസംഗത്തിൽ 37ാമത്തെ മിനിറ്റിൽ പറഞ്ഞ വാചകവും അദ്ദേഹത്തിന്റെ അനുഭവവും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച നിയമവും എന്താണെന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. നീ വസ്ത്രം ധരിക്കുന്നെങ്കിൽ അതേ തുല്യ പ്രാധാന്യത്തോടുകൂടി ആ പെണ്ണിനും വസ്ത്രം വാങ്ങിക്കൊടുക്കണം. വലാ തദ്രിബിൽ വജ്ഹ, നീ ആ പെണ്ണിനെ ഒരു കാരണത്തിന്റെ പേരിലും മർദ്ദിക്കരുത്, പ്രത്യേകിച്ച് മുഖത്ത് മർദ്ദിക്കരുത്. വലാ തുഖബ്ബിഹ, ആ പെണ്ണിനെ ഒരിക്കലും ആ പെണ്ണല്ലാത്ത ഒരു മനുഷ്യന്റെ മുമ്പിലും നീ നാണം കെടുത്തരുത്, നീ അനാവശ്യം പറയരുത്, നീ മോശം പറയരുത്. ഇന്ന് നമ്മളുടെ നാട്ടിൽ എന്താണ് വിവാഹബന്ധത്തിൽ രണ്ടുപേർക്കും നിശ്ചയിച്ചിരിക്കുന്ന കടമകളും ബാധ്യതകളുമെന്നും മനസ്സിലാക്കാതെ നമ്മളുടെ നാട്ടിലെ സാഹചര്യത്തിനൊത്ത് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയതോടുകൂടി പലപ്പോഴും വിവാഹത്തെക്കാൾ കൂടുതൽ വിവാഹമോചനത്തിന്റെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൽ ഒരു ഭാര്യയ്ക്കും നിർബന്ധമില്ല ഭർത്താവിന് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കേണ്ട. ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഭർത്താവിന് ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. പിന്നെ അല്ലേ ചായ ഉണ്ടാക്കി കൊടുക്കാത്തതിന്റെ പേരിൽ അമ്മ മരുമകളെ കഴുത്ത് ഞെരിച്ച് കൊന്നതിന്റെ വാർത്തയെക്കുറിച്ച് നമ്മൾ അത്ഭുതപ്പെടുന്നുള്ളൂ. പെണ്ണിന് കൃത്യമായ ബാധ്യതയുണ്ട്, പുരുഷനും കൃത്യമായ ബാധ്യതയുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഒരു പെണ്ണിന് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ഇത് മൂന്നും ചെയ്തു കൊടുക്കൽ പുരുഷന്റെ നിർബന്ധ ബാധ്യതയാണ്. നമ്മളുടെ നാട്ടിലൊക്കെ സാധാരണ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇസ്ലാമിന്റെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ, പെണ്ണ് ഏത് സ്ഥലത്ത് താമസിക്കണമെന്ന് ആവശ്യപ്പെടുന്നോ ആ സ്ഥലത്ത് താമസിക്കലും അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കലും ഭർത്താവിന്റെ ബാധ്യതയാണ്. നമുക്കിത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. കാരണം ലോകത്തെ ഏറ്റവും കടുത്ത പാട്രിയാർക്കി സംവിധാനം നിലനിന്നിരുന്ന ഒരു രാജ്യത്ത്, സതി പോലത്തെ ആചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് ആ സംസ്കാരവുമായി ചേർന്ന് ജീവിച്ചതിന്റെ പേരിൽ നമ്മളുടെ നാട്ടിൽ, നമ്മളുടെ പ്രവൃത്തിയിൽ, നമ്മളുടെ ജീവിത ശൈലിയിൽ ഉണ്ടായ ചില കൊടുക്കൽ വാങ്ങൽ ബന്ധങ്ങളുടെ പേരിൽ നമുക്ക് ചിലത് ദഹിക്കണമെന്നില്ല. പക്ഷെ ഇസ്ലാമിന്റെ നിയമം പെണ്ണ് എവിടെ താമസിക്കണമെന്ന് ആവശ്യപ്പെടുന്നോ അവിടെ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കലാണ്. പെണ്ണിന് ആവശ്യമായ ഭക്ഷണം ആവശ്യമായ സമയത്ത് ആളിനെ നിർത്തി പാചകം ചെയ്ത് അങ്ങോട്ട് കൊടുക്കലാണ് ബാധ്യത. കുടുംബം നോക്കണ്ട, ജോലിക്ക് പോകണ്ട, ചെലവിന് കൊടുക്കേണ്ട ബാധ്യത പുരുഷനാണ്. എന്ന് പറഞ്ഞാല് പെണ്ണ് ജോലി ചെയ്യാൻ പാടില്ല എന്നല്ല. പെണ്ണ് ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും ചെലവിന് കൊടുത്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരനാകുന്നത് പുരുഷനാണ്. മക്കളെ നോക്കണ്ട, മക്കളെ നന്നാക്കി വളർത്തേണ്ട ബാധ്യത പെണ്ണിനാണ്. എന്ന് പറഞ്ഞാൽ പുരുഷൻ നോക്കാൻ പാടില്ല എന്നല്ല. ആ കുട്ടി ജീവിതത്തിൽ ലഭിക്കേണ്ട ശിക്ഷണങ്ങൾ ലഭിച്ചില്ല എങ്കിൽ പടച്ചവന്റെ ചോദ്യം പെണ്ണിനോടായിരിക്കും. ആണിനും പെണ്ണിനും, ആണിനെ ആണായി കണ്ടുകൊണ്ട് പെണ്ണിനെ പെണ്ണായി കണ്ടുകൊണ്ട് പ്രത്യേകം ബാധ്യതകൾ നിശ്ചയിച്ചിട്ടാണ് ഒരു കുടുംബ സംവിധാനത്തെ കുറിച്ച് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ആണും പെണ്ണും ഒന്നാകണമെന്നും അല്ലെങ്കിൽ രണ്ടും കെട്ടതാകണമെന്നും ആണൊക്കെ പെണ്ണായിക്കൊണ്ടിരിക്കുകയും പെണ്ണ് ആണായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ. ഇതിന്റെ കാരണം ഒരിക്കലും തുല്യ
നീതി ആണിനും പെണ്ണിനും അവരവരുടെ യോഗ്യതകളും സാഹചര്യങ്ങളും നോക്കി നൽകണമെന്ന് ഇസ്ലാം പറയുമ്പോഴും ഇത് രണ്ടും ഒന്നാണ് എന്ന് പറയുന്നില്ല. ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം ആണും പെണ്ണും ഒന്നാണ്, ആണ് ചെയ്യുന്നതൊക്കെ പെണ്ണ് ചെയ്യണം, പെണ്ണ് ചെയ്യുന്നതൊക്കെ ആണ് ചെയ്യണം എന്ന ഒരു 1960-കളിൽ യൂറോപ്പിൽ നടന്ന ഒരു മഹാവിപ്ലവമുണ്ട്. 1960 മുമ്പ് കാലം വരെ അന്ന് യൂറോപ്പിലെ മത നേതൃത്വം ലൈംഗിക ബന്ധത്തെക്കുറിച്ച് മഹാപാപമാണ് എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു സമൂഹം. കേവലം കുട്ടിയുണ്ടാകാൻ ആവശ്യമായ നിലയിൽ മാത്രം അനുവദനീയമാണ്, അതിനപ്പുറമുള്ള ഒരു സന്തോഷവും ലൈംഗിക ബന്ധത്തിലൂടെ നേടുന്നത് പാപമാണ് എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് 1960-കളിൽ ലോകത്ത് നടന്ന ഒരു മഹാലൈംഗിക സ്വാതന്ത്ര്യത്തിന്റെ വിപ്ലവം, അതിന്റെ അനന്തരഫലമായി ഇന്ന് നമ്മളുടെ കുടുംബത്തിലൊക്കെ ആണും പെണ്ണും ഒന്നാണ് എന്ന മുദ്രാവാക്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൗലോ കൊയ്ലോ എന്ന ബ്രസീലിയൻ എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ ഒരു നോവലുണ്ട് ഹിപ്പികൾ. ആ നോവൽ അദ്ദേഹം തുടങ്ങുന്നത് 1970 കാലഘട്ടത്തിൽ ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് ലോകം വിചാരിച്ചിരുന്നത് ലോകത്തിന്റെ ഘടനയെ നിയന്ത്രിക്കുന്നത് മോസ്കോയിലെ ക്രെംലിനും വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസും ആയിരുന്നു എന്നാണ്. പക്ഷെ ലോകത്തിന്റെ ഘടന മാറ്റാൻ ലോകത്തെ അന്ന് നിയന്ത്രിച്ചിരുന്നത് ലണ്ടനിലെ പിക്കാഡല്ലി സ്ക്വയറും ആംസ്റ്റർഡാമിലെ ഡാം സ്ക്വയറുമായിരുന്നു. കാരണം അവിടെയാണ് ഹിപ്പികൾ ഒരുമിച്ച് കൂടിയിരുന്നത്. അതുവരെ ലൈംഗികത പാപമായിരുന്നു എന്ന് പറഞ്ഞ സകലമാന നിയന്ത്രണങ്ങളെയും കടപുഴക്കി എറിഞ്ഞുകൊണ്ട് ലൈംഗികതയ്ക്ക് വേണ്ടി എന്തും കാണിക്കാം, എന്തും വാദിക്കാം, എന്തും അനുവദനീയമാക്കാം എന്ന ഒരു ചിന്തയിലേക്ക് ലോകം നീങ്ങി. അതിന്റെ അനന്തരഫലമാണ് ഈ കാലത്ത് നമ്മളുടെ മലയാളികളുടെ കുടുംബങ്ങളിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ലോകത്തിന് നടപ്പിലാക്കിയത് സോവിയറ്റ് റഷ്യയാണ്. സോവിയറ്റ് റഷ്യയുടെ അവസാനത്തെ പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചേവ്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, പെരസ്ട്രോയിക്ക എന്നാണ് അതിന്റെ പേര്. അതിൽ അദ്ദേഹം സോവിയറ്റ് റഷ്യ തകർന്നു പോകാനുള്ള കാരണങ്ങൾ എണ്ണി പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ആണിനെയും പെണ്ണിനെയും ഞങ്ങൾ ഒന്നുപോലെയാക്കി. ആണ് ചെയ്യുന്നതൊക്കെ പെണ്ണ് ചെയ്യണമെന്ന് പെണ്ണിനെ കൊണ്ട് പറയിപ്പിച്ചു. അത് പെണ്ണിന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയിപ്പിക്കുകയും രണ്ടും ഒന്നുപോലെ ആക്കുകയും ഞങ്ങൾ ചെയ്തതോടുകൂടി കുടുംബ ബന്ധങ്ങൾ തകർന്നു. കുടുംബ ബന്ധങ്ങൾ തകർന്നതോടുകൂടി ഞങ്ങളുടെ നാട് തകർന്നു എന്ന് പെരസ്ട്രോയിക്കയിൽ മിഖായേൽ ഗോർബച്ചേവ് എന്ന സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ആണും പെണ്ണും ആണിനെ ആണായി കണ്ട് പെണ്ണിനെ പെണ്ണായി കണ്ട് രണ്ടുപേരുടെയും അവകാശങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും ഇസ്ലാം കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നൂറ്റാണ്ടിൽ മണ്ണിനടിയിലേക്ക് കുഴിച്ചു മൂടപ്പെടേണ്ടിയിരുന്ന പെണ്ണിനെയാണ് അനന്തരാവകാശം ലോകത്താദ്യമായി നൽകി പരിശുദ്ധ ഇസ്ലാം ഉയർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് പെണ്ണിന്റെ അവകാശങ്ങളെ കൃത്യമായി മനസ്സിലാക്കണം. പെണ്ണിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കൽ അത് പുരുഷന്റെ ബാധ്യതയാണ്. മക്കളെ കൃത്യമായി നോക്കലും വളർത്തലും അത് പെണ്ണിന്റെ ബാധ്യതയാണ്. ഇതിൽ വീഴ്ച വന്നാൽ ആരുടെ ബാധ്യതയാണോ അവര് ചോദ്യം ചെയ്യപ്പെടും. ഇന്ന് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്ക്. ഇന്ന് ലോകത്ത് ആണും പെണ്ണും ഒന്നാണ് എന്നതിന്റെ വർത്തമാനം പറയുന്ന ആളുകൾ, ഈ അടുത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, അതിലെഴുതി, ഒരു യുക്തിവാദി, ആധുനിക കാലത്തെ യുക്തിവാദി, മൂപ്പരൊരു സെമിനാറില് ഘോര പ്രസംഗം നടത്തി. പെണ്ണിന്റെ അവകാശങ്ങളെ കുറിച്ച്, ആണിന്റെയും പെണ്ണിന്റെയും തുല്യതയെ കുറിച്ച് പ്രസംഗം നടത്തിയിട്ട് വീട്ടിൽ വന്ന് കസേരയിൽ ചാരി ഇരുന്നിട്ട് നീട്ടി വിളിച്ചു പറഞ്ഞു, ഭാര്യയോട് ചായ ഇട്ട് കൊണ്ടുവരാൻ. ഭർത്താവിന് ചായ ഇട്ട് കൊടുക്കൽ പോലും പെണ്ണിന്റെ ബാധ്യതയായി ഒരു സ്ഥലത്തും ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല. വേണമെങ്കിൽ ഇട്ട് കുടിക്കണം. എന്നാൽ നമ്മളുടെ ജീവിത സാഹചര്യത്തിന്റെ പേരിൽ ഭർത്താവ് വെളിയിലെ പണികൾ ചെയ്യുന്നു, ഭാര്യ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. നല്ല കാര്യം. അതിനപ്പുറം ബാധ്യതയാണ് എന്ന് പറയുന്നില്ല ഒരു സ്ഥലത്തും ഇസ്ലാം. ഇങ്ങനെ തനിക്ക് ബാധ്യത പോലും അല്ലാത്ത ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അതല്പം താമസിച്ചു പോയാൽ, അതിലല്പം എരിവ് കൂടിപ്പോയാൽ, ഉപ്പ് കുറഞ്ഞു പോയാൽ, മധുരം കൂടിപ്പോയാൽ അത് ആ പെണ്ണിന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുകയും തെറി പറയുകയും മുഖത്തടിക്കുകയും അതിന്റെ പേരിൽ വിവാഹമോചനം പോലും നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് അറഫയിൽ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ ഭാര്യമാർ അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവരാണ്. അവരെ ആദരിക്കലും ബഹുമാനിക്കലും നിങ്ങളുടെ മതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്,
നിങ്ങളുടെ ഭാര്യയുമായി പിണങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലല്ലാതെ നിങ്ങൾ പിണങ്ങരുത്, നിങ്ങളുടെ മുറിയുടെ ഉള്ളിലല്ലാതെ നിങ്ങൾ പിണങ്ങരുത്. നിങ്ങൾ പിണങ്ങിയാൽ നിങ്ങളുടെ ഭാര്യയുടെ കുറ്റങ്ങൾ, കുറവുകൾ മൂന്നാമതൊരാളുടെ മുമ്പിൽ, നിങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും മുമ്പിൽ പോലും നിങ്ങൾ ആ പിണക്കം കാണിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റങ്ങൾ പറഞ്ഞ് ഒരാൾ മറ്റൊരാളെ ചെറുതാക്കുകയും ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മളുടെ നാട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കാരണത്തിന്റെ പേരിൽ, ഒന്ന്, ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല, നമ്മളുടെ നാട്ടിന്റെ സംസ്കാരം. അങ്ങനെ വന്ന് താമസിക്കുന്ന പെണ്ണിന് എന്തെങ്കിലും കുറവുകൾ, അല്ലെങ്കിൽ അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കും ചെയ്തു കൊടുക്കുന്ന ജോലികളിൽ എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ തന്റെ ബാധ്യത പോലും അല്ലാതിരുന്നിട്ടും അത് കണ്ടെത്തി അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കി മക്കളെ തമ്മിൽ പിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്താന യലഉ അർശഹു അലൽ മാ, പിശാച് തന്റെ സിംഹാസനം വെള്ളത്തിന്റെ മുകളിൽ കൊണ്ടുവന്നു വെക്കും. എന്നിട്ട് പിശാചുക്കളെ മുഴുവൻ വിളിച്ചുകൂട്ടും. എന്നിട്ട് പറയും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കുഴപ്പം, ഏറ്റവും വലിയ നാശമുണ്ടാക്കിയവനെ ഞാൻ എന്നിലേക്ക് അടുപ്പിക്കും. എന്നിട്ട് ചോദിക്കും, ഓരോ പിശാചുക്കൾ എഴുന്നേറ്റ് പറയും, ഫഅൽതു കദാ വകദാ, ഫഅൽതു കദാ വകദാ, ഞാൻ ഇന്ന ആളെ വിഭജിപ്പിച്ചു, ഇന്ന ആളെ കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിച്ചു, ഇന്ന ആളെ കൊണ്ട് മോഷ്ടിപ്പിച്ചു, ഇങ്ങനെ ഓരോ പാപങ്ങളെ കുറിച്ച് പറയും. ഒരു പിശാച് എഴുന്നേറ്റ് നിന്നിട്ട് പറയും, മാ തറക്തുഹു ഹത്താ ഫർറഖ്തു ബൈനഹു വബൈന ഇംറഅതിഹി, ഞാൻ ചെയ്തത്, ഒരു വീട്ടിലേക്ക് പോയി ആ വീട്ടിൽ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ചു. ഹദീസിൽ കാണാം, ഫയുദ്നീഹി, ആ പെണ്ണിനെ, ആ പിശാചിനെ ഈ പിശാച് അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് പറയും, നിഅമ അൻത, നീ ആണടാ എന്റെ പൊന്നുമോൻ, നീ ചെയ്തതാണ് ഇതിൽ ഏറ്റവും പുണ്യ പ്രവൃത്തി എന്ന് പിശാച് പറയുകയും ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ പ്രശ്നമുണ്ടാക്കിയ പിശാചിന് കിരീടം വെച്ചുകൊടുത്ത് സിംഹാസനത്തിലേക്ക് ആനയിച്ച് ഇരുത്തുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. എങ്കിൽ തന്റെ മകൻ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിന് നിറം പോരാ, കൊണ്ടുവന്ന പണ്ടത്തിന് തൂക്കം പോരാ എന്ന കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്റെ മകനെയും മരുമക്കളെയും പിരിപ്പിക്കാനാണ്, അവരുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കി അവളെ വീട്ടിലേക്ക് അയക്കാൻ പണിയെടുക്കുന്ന നാട്ടിലെ ഹാജിയാര് പള്ളിയുടെ ഒന്നാമത്തെ സപ്പിൽ വന്നു നിന്ന് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ അയാൾ ഹാജിയാരും നമസ്കാരക്കാരനും ആയിരിക്കുമെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഷയിൽ പള്ളിയുടെ ഒന്നാമത്തെ സപ്പിൽ നിന്ന് കൈകെട്ടി വീട്ടിലേക്ക് ചെന്നിട്ട് മരുമകളെ ഉപേക്ഷിക്കാൻ മകന് ഉപദേശം കൊടുക്കുന്ന അമ്മായിയപ്പനാണെങ്കിൽ തലയിൽ കിരീടം വെച്ച പിശാച് എന്നാണ് അവന്റെ പേര് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നിസ്സാര പായയിൽ കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അമ്മായിയമ്മയായിരിക്കും ഈ നിസ്കാരം കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ പണി തന്റെ മരുമകളുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് മകനോട് പറഞ്ഞ് അവരുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കലാണ് എങ്കിൽ ആ നമസ്കാര പായയിൽ ഇരുന്ന് കരയുന്നത് ഒരു മുസ്ലിം അല്ല, പിശാചാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മൾ സാധാരണ നിക്കാഹിന് ചെന്നിരിക്കുമ്പോൾ പള്ളിയിലെ ഖത്തീബ് വന്നിട്ട് ഖുതുബയോടും അറബിയിൽ എന്തൊക്കെയോ പറയും, നമ്മൾ വായും തുറന്ന് കേട്ടിരിക്കും. എന്താ പറയുന്നത്? അല്ലയോ ജനങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് നിങ്ങളോട് പറയുന്നു, മൻ തസവ്വജ ഇംറഅതൻ ഫഖദ് ഇസ്തക്മല സുലുസൈ ദീനിഹി, ആരെങ്കിലും ഒരു വിവാഹം കഴിച്ചാൽ ദീനിന്റെ 2/3 ഭാഗം അവൻ പൂർത്തീകരിച്ചു. ഫൽയത്തഖില്ലാഹ ഫിസ്സുലുസിൽ ബാക്കി, ബാക്കി 1/3 കാര്യത്തിൽ മാത്രം അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ മതി. അഥവാ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ആ ഹദീസിന്റെ അർത്ഥം പറഞ്ഞാൽ, സ്വർഗത്തിൽ പോകാൻ ഒരു സത്യവിശ്വാസിക്ക് 100 മാർക്ക് വേണമെങ്കിൽ 70 മാർക്കും അല്ലാഹു തആല നൽകുന്നത് അവന്റെ ഭാര്യയോടുള്ള സമീപനത്തിലും മാന്യമായ പെരുമാറ്റത്തിലുമാണ് എന്ന് ഹദീസിലൂടെ പറഞ്ഞു വെക്കുകയാണ്. വീട്ടിലിരിക്കുന്ന പെണ്ണിനെ കരയിപ്പിച്ചിട്ട് ആ പെണ്ണിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാൻ സാധിക്കാതെ കുടുംബം നോക്കാതെ പള്ളിയുടെ ഒന്നാമത്തെ സപ്പിൽ വന്ന് സ്വർഗം തേടി ഭജനമിരിക്കുകയാണെങ്കിൽ അവൻ വിഡ്ഢിയാണ്, മടയനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നതാണ് ഹദീസുകളിലൂടെ നിക്കാഹിന്റെ ഖുതുബകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രമേൽ പവിത്രമാണ്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഉപേക്ഷിക്കാൻ, ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ, പിണക്കങ്ങളുടെ പേരിൽ, കുറവുകളുടെ പേരിൽ പരസ്പരം തമ്മിലടിക്കാൻ, പരസ്പരം പിരിയാൻ അള്ളാഹുവിന്റെ അർശ് പോലും കുലുങ്ങുന്ന രീതിയിൽ ഇഹ്തസ്സ അർശുർ റഹ്മാൻ, ഭൂമിയിൽ ഒരു വിവാഹമോചനം നടന്നാൽ ആ വിവാഹമോചനം എന്ന പാതകത്തിന്റെ കടുപ്പത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ അർശ് പ്രകമ്പനം കൊള്ളുമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച വിവാഹമോചനം ഇന്ന് ചോറിന് കറിവെക്കാൻ താമസിച്ചു പോയതിന്റെ പേരിൽ
വീട്ടിലുള്ള മറ്റു ബന്ധുക്കൾ ചേർന്നിട്ട് മകനെ കൊണ്ട് മരുമകളെ തലാക്ക് ചെല്ലിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഒരു ഭാര്യയോട് എത്ര കടമയാണ്, എത്ര ബാധ്യതയാണ് മനുഷ്യനുള്ളത്. തനിക്ക് നിർബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു. ഗാന്ധിജിക്കൊരു മകനുണ്ടായിരുന്നു. ആ മകൻ ഗാന്ധിജിയുടെ മാർഗത്തിലല്ലായിരുന്നു, മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഒക്കെ പിന്നാലെ പോയി. അദ്ദേഹത്തിന്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒരിക്കൽ ഗാന്ധിജി ഒരു നാട്ടിൽ ട്രെയിനിൽ വന്നിറങ്ങുന്ന സമയത്ത് ഈ മകന്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഭാര്യയായ കസ്തൂർബയ്ക്ക് കൊണ്ടു കൊടുത്തു. അപ്പൊ ഗാന്ധി തമാശയ്ക്ക് മകനോട് ചോദിച്ചു, എനിക്കില്ലേ ആപ്പിള്? അപ്പൊ ഗാന്ധിയോട് ആ മകൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഇന്ന് ലോകത്ത് എന്തെല്ലാം നേടിയിട്ടുണ്ടോ, ലോകത്ത് നിങ്ങൾ എന്തൊക്കെ ആയിട്ടുണ്ടോ, അതിന്റെയൊക്കെ പിന്നിൽ ഈ പാവം പെണ്ണിന്റെ കഷ്ടപ്പാടും ഈ പാവം പെണ്ണിന്റെ പിന്തുണയുമാണ് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന് ഗാന്ധിയോട് മയക്കുമരുന്നിന് അടിമപ്പെട്ടുപോയ തന്റെ മകൻ പറഞ്ഞ ആ വലിയ വാചകം ഗാന്ധി പല സ്ഥലങ്ങളിലും എഴുതുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേടിയതിൽ പലതിന്റെയും കാരണം നമ്മളുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നമ്മളോട് ചേർന്ന് നമുക്ക് വേണ്ടി നിന്നിരുന്ന നമ്മളുടെ ഭാര്യമാരുടെ ഇച്ഛാശക്തിയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അറഫ പ്രഭാഷണത്തിലെ ഈ വാചകത്തിലൂടെ പ്രവാചകൻ ലക്ഷ്യം വെക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് മാതാവിന്റെ വിലയെക്കുറിച്ച്. ഭൂമിയിൽ ഒരു മനുഷ്യന് ഏറ്റവും ബന്ധമുള്ള മാതാവിനെ കുറിച്ചും പിതാവിനെ കുറിച്ചും ഞാൻ തന്നെ ഇവിടെ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മാതാവിനോട് ഇത്ര കടമ? അല്ലാഹു തആല പറഞ്ഞു, ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നൻ. വേദനയുടെ പുറത്ത് വേദന സഹിച്ചുകൊണ്ട് 9 മാസം നിന്നെ ഗർഭപാത്രത്തിൽ ചുമന്നതാണ് മാതാവ്. ആ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് നിന്റെ സ്വർഗമെന്ന് പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കാൻ കാരണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഉമ്മ ഈ ത്യാഗം സഹിച്ചത് വാപ്പയ്ക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതേ ത്യാഗം സഹിച്ച നിങ്ങളുടെ ഭാര്യ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കളെ 9 മാസം വയറ്റിൽ ചുമന്ന് ഈ ത്യാഗം സഹിച്ച ഈ ഭാര്യയോട് അല്ലാഹു തആല വെച്ചിരിക്കുന്ന കടമ എത്രയായിരിക്കും? ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മയെ കരയിപ്പിക്കരുത് എന്ന് പ്രസംഗിച്ച് പഠിപ്പിച്ച ഒരു സമുദായമാണ് നമ്മൾ. പക്ഷെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ നമ്മളെ പഠിപ്പിക്കാൻ മറന്നുപോയ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഉമ്മയ്ക്ക് വേണ്ടി ഭാര്യയെയും കരയിപ്പിക്കാൻ പാടില്ല. ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മയെ വാപ്പയെ കരയിപ്പിക്കാൻ പാടില്ല എന്ന് നമ്മളെ മത നേതാക്കന്മാര് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ഭാര്യയെയും കരയിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അറഫ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. ഇത് പഠിപ്പിക്കപ്പെടാൻ മറന്നുപോയവരാണ് നമ്മൾ. നമുക്ക് വേണ്ടി നമ്മളുടെ മക്കളെ പ്രസവിച്ച നമ്മളുടെ ഭാര്യ, നമുക്ക് വേണ്ടി നമ്മൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ മദീനയിൽ വന്നിട്ട് സഹാബാക്കളോട് പറഞ്ഞു, ലാ തദ്രിബു ഇമാ അല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അടിക്കാൻ പാടില്ല. 2 ദിവസം കഴിഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ ആദ്യം ഇസ്ലാം അനുവാദം കൊടുത്തു, ചെറിയ അറാക്ക് കൊണ്ട് നമ്മളുടെ ബ്രഷ് പോലത്തെ കമ്പ് കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം. അപ്പൊ സഹാബാക്കളിൽ ചിലർ അങ്ങനത്തെ കമ്പ് കൊണ്ട് ഭാര്യമാരെ അടിച്ചു. ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ മദീനയിൽ നിന്ന് വെളിയിലേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ലഖദ് അതാഫ ബി ആലി മുഹമ്മദിൻ നിസാഉൻ കതീറുൻ യഷ്കൂന അസ്വാജഹുന്ന അലാ ലർബിഹിം. 40-ലധികം സ്ത്രീകൾ നബിതങ്ങളുടെ വീട്ടിൽ വന്നു, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ അടിക്കാറുണ്ട് എന്ന് പരാതി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഒറ്റ വാചകം പിറ്റേന്ന് സുബഹി നമസ്കരിച്ചിട്ട് സഹാബാക്കളോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കേട്ടു, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അലാ ഉലൈക ലൈസ ബിഖിയാരിക്കും, നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ നിങ്ങളുടെ ഭാര്യമാരെ അടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവര് നല്ലവരല്ല. ഇന്ന് മതത്തിന്റെ ആരാധനാ കർമ്മങ്ങളിൽ നിങ്ങൾ നന്മകൾ ചെയ്യുന്നവരാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ അവന്റെ ബന്ധം ഏറ്റവും ദൃഢതയുള്ളതാക്കാൻ പറ്റുന്ന ഒരു കർമ്മം പറഞ്ഞു തന്നു. അല്ലാഹു തആല നിങ്ങൾക്ക് കൂലി തരും. നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ചെറിയ കർമ്മങ്ങളുടെ പേരിൽ നിങ്ങളുടെ ഭാര്യയുടെ വായിലേക്ക് ഒരു പിടി ആഹാരം നിങ്ങൾ വാരി വെച്ചു കൊടുത്താൽ ആ ഒരു കർമ്മത്തിന്റെ പേരിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം നേടാൻ സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും വാപ്പ പറഞ്ഞിട്ടാണെങ്കിലും ഉമ്മ പറഞ്ഞിട്ടാണെങ്കിലും അമ്മായിയപ്പൻ പറഞ്ഞിട്ടാണെങ്കിലും സഹോദരൻ പറഞ്ഞിട്ടാണെങ്കിലും കൂട്ടുകാരൻ പറഞ്ഞിട്ടാണെങ്കിലും കൂട്ടുകാരി പറഞ്ഞിട്ടാണെങ്കിലും ഒരിക്കലും തകർക്കാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ നിങ്ങൾ ക്ഷമിച്ചും സഹിച്ചും
സ്നേഹിച്ചും നിലനിർത്തുകയും സ്വർഗം വരെ നീളുന്ന ബന്ധമായി നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ട ബന്ധമാണ് നിങ്ങളുടെ വൈവാഹിക ബന്ധമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കഥയുണ്ട്. അമേരിക്കയില്, നമ്മുടെ നാട്ടിലെ ബഷീർ എന്നൊക്കെ പറയാൻ പറ്റുന്നത് പോലെ അമേരിക്കയിൽ ഒരു കഥാകാരൻ ഉണ്ടായിരുന്നു, സിഡ്നി പോർട്ടർ. ഓ ഹെൻറി എന്നാണ് അദ്ദേഹത്തിന്റെ തൂലികാ നാമം. അദ്ദേഹത്തിന്റെ കഥ നിങ്ങളൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു കഥയുണ്ട്, ദ ഗിഫ്റ്റ് ഓഫ് മാഗി. ആ കഥയിൽ അദ്ദേഹം ഒരു ഭാര്യയും ഭർത്താവിനെയും കുറിച്ച് പറയുകയാണ്. ജിം എന്ന് പറയുന്ന ഒരു ഭർത്താവും ബെല്ല എന്ന് പറയുന്ന ഒരു ഭാര്യയും. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസിന് പരസ്പരം സമ്മാനം കൊടുക്കൽ അത്ര പ്രധാനപ്പെട്ടതാണ്. ജിമ്മിന്റെ കയ്യിൽ, ജിം ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരു വാച്ച് കയ്യിൽ ഉണ്ടായിരുന്നു, തന്റെ അച്ഛൻ കൊടുത്തതാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ ബെല്ലയ്ക്ക് സ്വർണത്തിന്റെ മുടിയായിരുന്നു. ആ മുടിയെക്കുറിച്ച് നാട്ടിലെല്ലാവരും പറയുമായിരുന്നു. സമ്മാനം കൊടുക്കാൻ, സമ്മാനം വാങ്ങാൻ രണ്ടുപേരുടെ കയ്യിലും കാശില്ല. അവസാനം ബെല്ല തന്റെ സ്വർണ്ണമുടി മുറിച്ച് വിറ്റിട്ട് ആ വാച്ചിലിടാൻ ഒരു സ്ട്രാപ്പ് വാങ്ങി അത് പൊതിഞ്ഞ് ഗിഫ്റ്റ് പോലെ പാക്ക് ചെയ്തിട്ട് തന്റെ ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു. തലയിൽ ഒരു ഷാളിട്ട് മുടി മറച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഭർത്താവ് വളരെ സന്തോഷത്തോടു കൂടി അത് വാങ്ങി തുറന്നു നോക്കിയിട്ട് അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചിരിക്കണോ കരയണമോ എന്നറിയില്ല. ഈ സ്ട്രാപ്പ് ഇടാൻ എന്റെ കയ്യിൽ ആ വാച്ചില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട വാച്ച് വിറ്റു. അപ്പൊ ഈ പെണ്ണ് ചോദിച്ചു, എന്തിനാ വിറ്റത്? അത് നിനക്കൊരു സമ്മാനം വാങ്ങാൻ. ആ സമ്മാനം കയ്യിലേക്ക് കൊടുത്തു. ആ പെണ്ണത് തുറന്നു നോക്കുമ്പോ തന്റെ സുന്ദരമായ മുടിയിൽ വെക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പായിരുന്നു. ആ പെണ്ണ് പറഞ്ഞു, എനിക്കും ചിരിക്കണോ കരയണോ എന്നറിയില്ല, കാരണം എന്റെ മുടി ഞാൻ മുറിച്ചു വിറ്റു നിങ്ങൾക്ക് സമ്മാനം മേടിക്കാൻ. ഇങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം ഒരു ഭാര്യയോടും ഭർത്താവിനോടും കൽപ്പിക്കുന്ന ഏറ്റവും പുണ്യമായ ബന്ധങ്ങളിൽ ഒന്നാണ് ദാമ്പത്യ ബന്ധം. ഒരു കാരണത്തിന്റെ പേരിലും അത് മുറിച്ചു കളയാൻ, അത് ഒഴിവാക്കി കളയാൻ. സാധാരണ ഇതിനെക്കുറിച്ച് പറയും, അവൾക്ക് വേണ്ടി ദേഷ്യം ഉപേക്ഷിക്കാൻ അവൻ തയ്യാറാവുകയും അവന് വേണ്ടി വാശി ഉപേക്ഷിക്കാൻ അവൾ തയ്യാറാവുകയും ചെയ്താൽ സ്വർഗം വരെ നീണ്ടു നിൽക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് ദാമ്പത്യ ബന്ധം. ആ ബന്ധത്തെക്കുറിച്ച് അറഫയുടെ പ്രഭാഷണത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറയണമെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വർഗപ്രവേശനവുമായി അള്ളാഹുവിനോടുള്ള കടമകളുമായി അത്രമേൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ബോധം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു താല രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. മുഹറം 9, 10 നോമ്പിനെ കുറിച്ച് എല്ലാ വർഷവും നമ്മൾ പറയുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ വളരെ കണിശതയോടുകൂടി പിടിച്ചിരുന്ന സുന്നത്ത് നോമ്പാണ് മുഹറം 10 നോമ്പ്. മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വർഷം പറഞ്ഞു, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരുന്നാൽ അസൂമന്ന താസിഅ, 9 കൂടി ആ നോമ്പ് പിടിക്കും. അപ്പം 9-നും 10-നും നോമ്പ് പിടിക്കൽ സുന്നത്താണ്. ഇനി ഒരാൾക്ക് 9-ന് സാധിച്ചില്ലെങ്കിൽ 10-നും 11-നുമായി ആ നോമ്പ് പിടിക്കുക. അല്ലാഹു തആല ആ നോമ്പ് പിടിക്കാനും അതിന്റെ കൂലി ജീവിതത്തിൽ കരസ്ഥമാക്കാനും നാം ഓരോരുത്തർക്കും ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ മറ്റൊരു സഹോദരൻ